ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പെൻസിൽ വേൾഡ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. ഒരു ഫോട്ടോ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ കുറച്ച് നമ്മൾ വരച്ചായിരുന്നു. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഹെയറും കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഹെയർ വരയ്ക്കാമെന്ന് പറഞ്ഞാൽ ഹെയർ ഡാർക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നിലവിലിപ്പോൾ 12B പെൻസിലിനാണ് ഇതിന് ഹെയർ ബ്ലാക്ക് ആക്കുന്നത് ഈ പിക്ചറിൽ. അത് വേറൊന്നും കൊണ്ടല്ല, അത്ര ഡാർക്ക് ഹെയർ അല്ലാത്തതുകൊണ്ട് അത്രയും ഡാർക്കായിട്ട് നമുക്ക് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ ലൈറ്റ് ആയതുകൊണ്ടാണ് 12B പെൻസിൽ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് വരയ്ക്കുന്നത്. അപ്പം ഡ്രോയിങ് പഠിക്കുന്നവർക്കും ഡ്രോയിങ് ചെയ്യുന്നവർക്കൊക്കെ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ജസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഫുള്ള് ഹെയർ വരയ്ക്കുമല്ലായിരുന്നു. ആദ്യം ഹെയറിൻ്റെ ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടണം. പിക്ചറിലുള്ള അതേ ഒരു ആംഗിളിലേക്ക് അത് എത്തിച്ചിട്ട് പിന്നെയാണ് നമ്മൾ ഡാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് ചെയ്യുമ്പം ചില ഭാഗം നമുക്ക് മിസ്സാവും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ലൈറ്റ് ഷെയ്ഡിൽ വരച്ചിട്ട് പിന്നെ അത് ഡാർക്കാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു തവണ കൊണ്ടോ 2 തവണ കൊണ്ടൊന്നും വരയ്ക്കാൻ പഠിക്കുകയില്ല. പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഹെയർ അതുപോലെ ബിയർഡൊക്കെ വരയ്ക്കുമ്പം അത് കുറച്ചുകൂടെ താമസമുള്ള ഒരു പരിപാടിയാണ്. നല്ല കട്ടിക്കുള്ള ബിയർഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ബ്ലാക്കായിട്ട് അങ്ങ് വരച്ചാൽ മതി. പക്ഷെ അങ്ങനെ വരികയല്ല. ഇപ്പം ലൈറ്റ് ബിയർഡൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വളർന്ന ഒരു കുറ്റിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ബിയർഡൊക്കെ ആണെങ്കിൽ, ഡ്രിമ്മൊക്കെ ചെയ്ത് നിർത്തിയേക്കുന്ന പോലത്തെ പിക്ചറിലൊക്കെ ഡ്രിം ചെയ്ത് നിർത്തിയേക്കുന്ന ബിയർഡൊക്കെയാണ് ഉള്ള ഫേസിലൊക്കെ വരയ്ക്കുമ്പം അത് അത്യാവശ്യം നമുക്ക് കുറച്ച് പണിയുള്ള പരിപാടി തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നല്ല സമയമെടുത്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഡ്രോയിങ്. ഹെയർ, ബിയർഡ്, അതുപോലെ പിരികം, അങ്ങനത്തെ ഭാഗമൊക്കെ വരയ്ക്കുമ്പോൾ ശരിക്കും നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും. കാരണം ഫേസിൻ്റെ ആ ഒരു ഫുള്ള് കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് മിസ്സാവുന്നത് പലപ്പോഴും അങ്ങനെയുള്ള സ്ഥലം വരയ്ക്കുമ്പോൾ തന്നെയാണ്. അത് വരയ്ക്കുമ്പോഴല്ല, ഡാർക്ക് ആക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ആ ഒരു ഷേപ്പ് മിസ്സായി പോവാറ് പലപ്പോഴും. പക്ഷേ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. വരച്ച് തീരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പിക്ചർ എത്തുക എന്ന് പറയുന്നത് അതൊരു വളരെ രസമുള്ളൊരു കാര്യം കേട്ടോ. അപ്പം ഈ ഡ്രോയിങ് ശരിക്കും നമ്മുടെ ഫ്രണ്ടിൻ്റെ പിക്ചർ അവൻ തന്നെ വരയ്ക്കാൻ പറഞ്ഞിട്ട് നമ്മൾ വരച്ചതാണ്. ഇവർ നമ്മുടെ ചാനലിലൊക്കെ ഇവനെ കാണിച്ചിട്ടുണ്ട്, കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പം ഞാൻ വെറുതെ ഇരുന്നപ്പം അവൻ എന്നോട് ഇങ്ങനെ വരയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. സോ ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമ്മൾ അത്യാവശ്യം വരച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം നമ്മൾ കാലിനൊക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് തന്നെ, നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം വരയ്ക്കാനുള്ള ടൈമും കിട്ടി നല്ല രീതിക്ക് തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് എന്ന നിലയ്ക്ക് നമ്മൾ ആ ഡ്രോയിങ് അങ്ങ് വരച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു രീതിയിലേക്ക് എത്താൻ നല്ല ടൈം എടുത്തു, എന്നാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പം വേറൊരു വീഡിയോ കാണാം.